ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒരു 4 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ 4 കാര്യങ്ങൾക്കും നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ വിത്തിൻ 1 മന്ത് തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ആ ടിപ്സ്, എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോസിൽ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു എഗ്ഗ് ഫോം ആവുകയുള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓവം അവിടെ ക്രിയേറ്റ് ആവുകയുള്ളൂ. ഇതെല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ ആ റൂട്ട് തന്നെ, നമ്മൾ ആ ഒരു വളം തന്നെ നല്ല രീതിയിൽ അവർക്ക് ഇട്ട് കൊടുക്കണം. സാധാരണയായിട്ട് ഡോക്ടേഴ്സ് നമുക്ക് ലെട്രസോൾ മെഡിസിനും HCG ഇഞ്ചക്ഷനൊക്കെ വെക്കാറുണ്ട്. ഈ ഓരോ കാര്യങ്ങളും ചെറിയൊരു ഉപ്പേരിയോ നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപ്പേരിയോ മെഴുക്ക് പുരട്ടിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾ നിങ്ങൾ അരിഞ്ഞ് അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ട കുറച്ച് പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര, മുരിങ്ങയില, ബീട്രൂട്ട്, ബീൻസ്, ബ്രൊക്കോളി, ക്യാരറ്റ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. നമ്മുടെ എഗ്ഗിന് ക്വാളിറ്റി കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വിറ്റമിനുകൾ, സിങ്ക്, അയൺ, ഫൈബർ, ഫോളിക് ആസിഡ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നതിനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴേക്കും ഈ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ പോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ പേരയ്ക്ക കഴിക്കുക, ഓറഞ്ച് കഴിക്കുക, ആപ്പിൾ കഴിക്കുക, അവോക്കാഡോ കഴിക്കുക, അതുപോലെ കിവി കഴിക്കുക, ഇങ്ങനെയുള്ള ഓരോ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ പഴങ്ങൾ, ബനാന കഴിക്കുക. ഇതൊക്കെ കഴിക്കുന്നത് നമ്മളെ ചെങ്കതളിപ്പഴം, ഇതെല്ലാം നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയും ഓവറോൾ ഫെർട്ടൈൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. എഗ്ഗിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിനും സ്പേമിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ക്വാളിറ്റി ഉള്ളൊരു എഗ്ഗും ക്വാളിറ്റി ഉള്ളൊരു സ്പേമും തമ്മിൽ ജോയിൻ ആയിക്കഴിഞ്ഞാൽ അവിടെ ക്വാളിറ്റി ഉള്ളൊരു എംബ്രിയോ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, മോട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അതിന് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇരട്ടിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലെട്രസോൾ മെഡിസിൻ എടുക്കുന്നു, ഓരോ ദിവസം ഒരു വെജിറ്റബിളോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ നിങ്ങൾ കഴിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ വളരെയധികം കൂടുതലായിരിക്കും. മൂന്നാമതായിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ കണ്ടന്റ് അവിടെ എത്തുന്നു. വെള്ളത്തിൻ്റെ രാസനാമം എല്ലാവർക്കും പറയാം, H2O, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടുള്ളതാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള അളവിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഓക്സിജൻ ലെവൽ ഉണ്ടെങ്കിൽ ഇതുമൂലം നമ്മുടെ അണ്ടാശയങ്ങളിലോട്ട്, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട്, നമ്മുടെ യൂട്രസിലോട്ട്, നമ്മുടെ സെർവിക്സിലോട്ട്, അങ്ങനെയുള്ള എല്ലാ ഭാഗത്തോട്ടും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എത്തുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഒരുപാട് വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് പറ്റില്ല, എല്ലാ ദിവസവും വെജിറ്റബിൾസ് എടുക്കാനായിട്ട് പറ്റാത്തവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. സാധാരണയായിട്ട് ഡോക്ടേഴ്സ് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് എഴുതി കൊടുക്കാറുണ്ട്. ഈ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന ടാബ്ലറ്റിൽ കൂടുതലായിട്ട് ഉള്ളത് മൾട്ടി വിറ്റമിൻ ആകുമ്പോൾ ഫോളിക് ആസിഡ് ഉണ്ടാവും, കാൽസ്യം ഉണ്ടാകും, അതുപോലെ കുഞ്ഞിന് ആ ഒരു ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടുന്ന വിറ്റമിൻ B12, വിറ്റമിൻ B1 അങ്ങനെയുള്ള എല്ലാം തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും നിങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നാണ്. ഈ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് തരാനായിട്ട് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ് എഴുതി വാങ്ങുന്നതാണ്. ഈ മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റിൽ നിങ്ങളുടെ ആ ഒരു ഓവം, നിങ്ങളുടെ ആ ഒരു എഗ്ഗ് ഗ്രോത്ത് ആവുന്നതിന് വേണ്ടിയിട്ട്, ഫോളിക്കിൾസ് വളരുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു റൂട്ടിൽ തന്നെ ആ ഒരു വിറ്റമിൻസ് എല്ലാം ആ ഒരു എഗ്ഗിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫോളിക് ആസിഡ് എത്തും, അയൺ എത്തും, കാൽസ്യം എത്തും, അതുപോലെ വിറ്റമിൻ B12 എത്തും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നമ്മുടെ ആ ഒരു എഗ്ഗ് ഗ്രോ ആകുന്നതിനും, ഇപ്പോൾ പുരുഷന്മാർ മൾട്ടിവിറ്റമിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതുമൂലം അവരുടെ സ്പേമിന് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നതിനും അത് സഹായിക്കുന്നു. ക്വാളിറ്റി ഉള്ളൊരു എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ളൊരു എംബ്രിയോയും അവിടെ ഉണ്ടാകുന്നു.
അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പേര് പറയാറുണ്ട്, എന്തിനാണ് ഈ എക്സസൈസ് വർക്കൗട്ട് എന്നുള്ളത് പറയാറുണ്ട്. ഈ എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ബ്രീത്തിങ് പ്രോസസ്സ് അവിടെ കുറച്ചൊന്ന് ഇൻക്രീസ് ആകും. നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സ് അവിടെ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതിന് നോക്കുമ്പോഴേക്കും നമ്മൾ അത്രയും കൂടുതൽ ഓക്സിജൻ ഇൻടേക്ക് നമ്മളിൽ ഉണ്ടാകും. ഓക്സിജൻ നമ്മൾ കൂടുതലായിട്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവിടെ ബ്രീത്തിങ് പ്രോസസ്സ് ഫാസ്റ്റ് ആവുന്നതിനനുസരിച്ചിട്ട് അതുമൂലം ബ്രീത്തിങ് പ്രോസസ്സ് ഇൻക്രീസ് ആവുന്നത് മൂലം കൂടുതൽ ഇരട്ടിയായിട്ട് കൂടുതൽ പ്രഷറിൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഓരോ ശരീരഭാഗത്തേക്കും ഉണ്ടാകും. നമ്മുടെ ചാനലിൽ ഞാനൊരു സക്സസ്ഫുൾ പ്രഗ്നൻസി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. മാരേജ് കഴിഞ്ഞിട്ട് ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയ ഒരു കുട്ടിയുടെ കഥ. ആ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരെയും ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പക്ഷേ ആ കുട്ടി അവിടെ ഫെർട്ടിലിറ്റി മസാജ് ചെയ്തപ്പോഴേക്കും അതുമൂലം ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയത് മൂലം ആ കുട്ടി എളുപ്പത്തിൽ കൺസീവ് ആകുന്നതിനും അത് സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ പാകത്തിനുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക. ഫെമറൽ മസാജ് നിങ്ങൾ ചെയ്യുക, ലെഗ് അപ്പ് ദ വാൾ പൊസിഷൻ ചെയ്യുക, ബട്ടർഫ്ലൈ പോസ് ചെയ്യുക, കോബ്ര പോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ യോഗയിൽ നമ്മൾ ചെയ്യില്ലേ, ബ്രീത്ത് നമ്മൾ എടുക്കുക, പ്രാണായാമാസ്, അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഓരോ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്ന്. ഒരു എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ 8 വാക്കിംഗ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് 8 വാക്കിംഗ് എന്നുള്ളത്. ദി ചൂസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 8 വാക്കിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 വാക്കിങ്ങിൻ്റെ ലൈവ് ഡെമോ ഞാൻ ആ ചാനലിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ 3ാമത്തെ ടോപ്പിക്ക് വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈമായിട്ട് നിങ്ങൾ ടൈംലി ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ടൈംലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ചിലവർ എക്സാക്റ്റ് ഓവുലേഷൻ ഡേ എത്തിയിട്ട് എന്തായാലും ഞാൻ ചെയ്യുള്ളൂ അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ HCG ഇഞ്ചക്ഷൻ വെക്കുന്നവരുണ്ട്. HCG ഇഞ്ചക്ഷൻ എന്നാണോ ഡോക്ടർ വയ്ക്കുന്നത് ആ ഒരു ദിവസം മാത്രമേ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തു തുടങ്ങുള്ളൂ. അങ്ങനെയുള്ള പിടിവാശി നിങ്ങൾ ദൈവത്തെ ഓർത്ത് മാറ്റിവെക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഹസ്ബൻഡിൻ്റെ സ്പേം സെൽസ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് മാക്സിമം 5 ദിവസം വരെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരു 14ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ ഡേ എങ്കിൽ 10ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ഓരോ ദിവസമോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുവെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പേമിൻ്റെ അളവ് കൂടും. നമ്മൾ ഒരു ജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ മില്യൺസ് ഓഫ് സ്പേംസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാലും അവയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഓരോ ഒബ്സ്റ്റക്കിൾസും വഴി തരണം ചെയ്ത് സർവൈവ് ചെയ്യുന്നത് ഏതാനും ലക്ഷങ്ങളോ അല്ലെങ്കിൽ 10,000ങ്ങളോ എണ്ണത്തിലായിരിക്കും സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തവണയും ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലോ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന ആ ഒരു സ്പേമിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇതിലേത് സ്പേമാണ് എഗ്ഗുമായിട്ട് ജോയിൻ ആയി പ്രഗ്നൻ്റ് ആകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്നും തന്നെ മൈൻഡ് ചെയ്യേണ്ട. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഏതെല്ലാം ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രഷേഴ്സ് ഉണ്ടാകുന്നുണ്ടോ ആ എല്ലാ പ്രഷറും നിങ്ങൾ അങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഒന്നും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട. ഒന്നും നിങ്ങൾ എങ്ങനെയൊക്കെ മൈൻഡ് ഫ്രീ ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അത്ര രീതിക്ക് നിങ്ങൾ മൈൻഡ് ഫ്രീ ആക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഈവൻ ഹസ്ബൻഡിൻ്റെ ഭാഗത്തോ ഒന്നോ നിങ്ങളുടെ സ്വന്തം പാരൻസിൻ്റെ ഭാഗത്തുനിന്നോ എന്ത് വന്നാലും നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഏതെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ആ ആക്ടിവിറ്റീസ് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര നേരം വരെ ഈ ഒരു 8 മിനിറ്റോളം നിങ്ങൾ വീഡിയോ കേട്ടിരുന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3 മാസത്തിനകം നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകും. ഈവൻ PCOD ഉള്ളവരാണെങ്കിലും PCOS ഉള്ളവരാണെങ്കിലും തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിക്ക് മെഡിസിൻ എടുത്ത് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എൻഡോമെട്രിയം തിക്നെസ് കുറവാണ്, ഈ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കുമ്പോഴേക്കും എൻഡോമെട്രിയം തിക്നെസ് അവിടെ ഇൻക്രീസ് ആകും. നിങ്ങളിലോട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂടും. എൻഡോമെട്രിയം ലൈനിങ് നല്ലതുപോലെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് PCOD ഉണ്ട്. PCOD ഉള്ളവർ പുറത്തുനിന്നുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. അതുപോലെ PCODക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ നിങ്ങൾ എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകും. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തൈറോയിഡ് ലെവൽ ഒന്ന് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഏതാണോ അത് എടുത്തതിന് ശേഷം നിങ്ങൾ ഇത്തരം കാര്യങ്ങളോട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകും കേട്ടോ.
എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും എഗ്ഗിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കുറവുണ്ടെങ്കിലും ഒരു ഫലോപ്പിയൻ ട്യൂബാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകും. അപ്പോൾ ഈ കാര്യങ്ങളിലുള്ള ഉത്തരം നിങ്ങൾക്ക് യെസ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകും എന്ന് നിങ്ങൾ വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.